നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരന്മാർ, വാദ്യമേളങ്ങളും അന്നദാനവും ഇതെല്ലാം കണ്ട് പൂരമോ ഉത്സവമോ ആണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. വെട്ടത്ത് പുതിയങ്ങാടി യാഹും തങ്ങൾ ഔലിയുടെ ചരിത്രപ്രസിദ്ധമായ നേർച്ച അതിങ്ങനെയാണ്. ജാതി വ്യവസ്ഥിതി കൊടികുത്തി വാഴുമ്പോഴും യാതൊരു വേർതിരിവുകളുമില്ലാതെ അധസ്ഥിതർക്ക് അന്നമൂട്ടിയ യാഹും തങ്ങളുടെ നേർച്ച മതസൗഹാർദ്ദത്തിന്റെ അടയാളപ്പെടുത്തലായല്ലാതെ മറ്റെങ്ങനെയാണ് ആഘോഷിക്കുക? ഏകദേശം 200 വർഷങ്ങൾക്ക് മുൻപാണ് വെട്ടത്ത് പുതിയങ്ങാടി യാഹും തങ്ങൾ ഔലിയയുടെ ചരിത്രം ആരംഭിക്കുന്നത്. പ്രവാചക പരമ്പരയിലെ സയ്യിദ് കുടുംബാംഗമായി തമിഴ്നാട്ടിലെ ആർക്കാടാണ് അദ്ദേഹം ജനിച്ചത്. ലൗകിക ജീവിതം വെടിഞ്ഞ ചെറുപ്പത്തിൽ തന്നെ ആത്മീയ പാതയിലായിരുന്നു സഞ്ചാരം. നാഗൂരിലെ ഷാഹുൽ ഹമീദ് തങ്ങളുടെ ദർഗയിലും ശ്രീലങ്കയിലെ ആദം മലയിലുമെല്ലാം സന്ദർശനം നടത്തിയ ശേഷം ഏറ്റവും ഒടുവിലാണ് കേരളത്തിലെത്തുന്നത്, തന്റെ 50-ാം വയസ്സിൽ. അന്ന് മലബാറിലെ സാമൂഹ്യസ്ഥിതി വളരെ പരിതാപകരമായിരുന്നു. ജാതി വ്യവസ്ഥിതി കൊടികുത്തി വാണിരുന്ന കാലം. അവിടെ ജാതിമത വർണ്ണ വർഗചിന്തകളില്ലാതെ യാഹും തങ്ങൾ പ്രവർത്തിച്ചു. പാവങ്ങൾക്കും അധസ്ഥിതർക്കും അദ്ദേഹം അന്നമൂട്ടി. മാറാരോഗികൾക്ക് ആശ്വാസം നൽകി. ജാതിമത വ്യത്യാസങ്ങളില്ലാതെ അദ്ദേഹം ഏവർക്കും ആശ്രയവും അഭയകേന്ദ്രവുമായി. അതുകൊണ്ടാണ് വെട്ടത്ത് പുതിയങ്ങാടി യാഹും തങ്ങൾ ഔലിയുടെ നേർച്ചയ്ക്ക് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ആനകളെ എത്തിക്കുന്നതും ചടങ്ങുകൾ ഹൈന്ദവാചാരങ്ങളോട് ചേർന്ന് നിൽക്കുന്നതും. തങ്ങൾ പകർന്ന മതസൗഹാർദ്ദത്തിന്റെ തെളിവായി നേർച്ചയുടെ കാഴ്ചകൾ മലപ്പുറത്തിന്റെ യഥാർത്ഥ കഥ പറയുന്നു. മമ്പുറം സയ്യിദ് അലവി തങ്ങളും യാഹും തങ്ങളും ഒരേ കാലത്ത് ജീവിച്ചിരുന്ന ആത്മീയ തേജസ്സുകളാണ്. മമ്പുറം തങ്ങൾ ബ്രിട്ടീഷ് വിരുദ്ധ ജന്മിത്വ വിരുദ്ധ പോരാട്ടങ്ങൾ നടത്തിയപ്പോൾ യാഹും തങ്ങളും പുതിയങ്ങാടിയിൽ അതേ ദൗത്യം തുടർന്നു. അതുകൊണ്ട് തന്നെ മമ്പുറം മക്കാം പോലെ ഏതു വിഭാഗം ജനങ്ങൾക്കും പുതിയങ്ങാടി ജാറവും ആശ്രയകേന്ദ്രമാണ്. ഹിജ്റ 1166 തന്റെ 85-ാം വയസ്സിൽ യാഹും തങ്ങൾ വിട പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ.